ഹലോ നമസ്കാരം. വെൽക്കം ടു സ്റ്റഡി ആൻഡ് ലേൺ വിത്ത് മീ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLC ബയോളജിയിലെ ചാപ്റ്റർ 3 കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒട്ടും സമയം കളയാനില്ല, എക്സാം വളരെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് പോർഷനാണ് റോൾ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പാൻക്രിയാസ് ഗ്ലാൻഡിനെ ഒന്ന് പരിചയപ്പെടാം. അതിൽ പാൻക്രിയാസ് ഗ്ലാൻഡിൽ കാണുന്ന ഒരു പ്രത്യേക തരം കോശ സമൂഹങ്ങളുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്, ആൽഫ സെൽസും ബീറ്റാ സെൽസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കണ്ടെയ്ൻ ആൽഫ സെൽസ് ആൻഡ് ദി ബീറ്റാ സെൽ. അതിൽ ആൽഫ സെല്ലാണ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൻഡ് ബീറ്റാ സെൽ പ്രൊഡ്യൂസസ് ദി ഇൻസുലിൻ ഹോർമോൺ. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ട കാര്യം, പാൻക്രിയാസിലെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ആൽഫ സെൽസ് ആൻഡ് ബീറ്റാ സെൽ. ആൽഫ സെൽ പ്രൊഡ്യൂസസ് glucagon hormone and beta cells produces the insulin hormone. ഇനി നമുക്ക് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ എന്താണെന്ന് പഠിക്കാം. എങ്ങനെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെ ആക്ടിവിറ്റീസ് ഓപ്പോസിറ്റാണ്. ഇൻസുലിൻ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ ആൻറ്റഗോണിസ്റ്റിക് എന്ന് പറയും. ഇവരുടെ ആക്ടിവിറ്റി ആൻറ്റഗോണിസ്റ്റിക് എന്നാണ് പറയുന്നത്. ആൻറ്റഗോണിസ്റ്റിക് മീൻസ് ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. നമുക്ക് ഇനി ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞിരുന്നു, ബീറ്റാ സെൽസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇൻസുലിൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്, ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അടുത്തത് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് ദ മസിൽസ്. എക്സസ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അടുത്ത ഹോർമോണാണ് ഗ്ലൂക്കഗോൺ ഹോർമോൺ. ആൽഫ സെൽസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽസാണ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്ലൂക്കഗോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇറ്റ് കൺവേർട്സ് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. അതായത് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ലിവറിലൊക്കെ സൂക്ഷിച്ചിരുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇറ്റ് സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിൽ നിന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു. What is the normal level of glucose in blood? The normal level of glucose in blood is 70 to 110 mg per 100 ml. ഈ ലെവൽ നമ്മൾ ഓർത്ത് വയ്ക്കുക. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ 70 to 110 mg per 100 ml. ഈ ലെവൽ എപ്പോഴും നോർമലായിട്ട് ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അപ്പോൾ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും കമ്പൈൻഡ് ആക്ഷനാണ് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ നോർമലായിട്ട് 70 to 110 mg per 100 ml ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. ഹൗ ഇസ് ദ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻഡ്? ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ 70 to 110 mg per 100 ml ആണെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇൻസുലിൻ ഗ്ലൂക്കഗോൺ ഹോർമോണാണ് ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരുന്നു ഇൻസുലിൻ ഗ്ലൂക്കഗോണിൻ്റെ ആക്ഷൻ ഓപ്പോസിറ്റ് ആക്ഷനാണ്, ആൻറ്റഗോണിസ്റ്റിക് ആക്ടിവിറ്റി ആണെന്ന്. ദിസ് റേറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ആൻറ്റഗോണിസ്റ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇനി നമുക്ക് ഈ ചിത്രീകരണത്തിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നടുക്ക് കാണിച്ചിരിക്കുന്നത് നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ആണ്. നമുക്കറിയാം ബ്ലഡിലെ നോർമൽ ഗ്ലൂക്കോസ് ലെവലാണ് 70 to 110 mg per 100 ml.
ഈ അളവിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ എന്താണ് സംഭവിക്കുക? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, വാട്ട് ഹാപ്പൻസ് വെൻ ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസസ് എബവ് 70 to 110 mg/100 ml. അന്നേരം ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ആവും. സോ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടിയാൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. എന്തുകൊണ്ടായിരിക്കും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ കൂടുന്നത്? കാരണം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇൻസുലിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. ഒരു പോയിൻ്റ് നമ്മൾ പഠിച്ചതാണ്. അതായത് ഗ്ലൂക്കോസിനെ സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. അടുത്ത പോയിൻ്റ് നമ്മൾ പഠിച്ചിരുന്നത് ഇറ്റ് കൺവേർട്സ് എക്സസ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ ആൻഡ് ദ മസിൽസ്. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ആ ഗ്ലൂക്കോസിനെ എല്ലാം ഗ്ലൈക്കോജനാക്കി ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? ഇൻസുലിൻ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇൻസുലിൻ്റെ പ്രവർത്തനമല്ലേ കൂടേണ്ടത്. അതേസമയം ഗ്ലൂക്കോഗോൺ എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഗ്ലൂക്കോഗോണിൻ്റെ പ്രൊഡക്ഷൻ കൂടേണ്ടത്. കാരണം ഗ്ലൂക്കോഗോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് പഠിച്ചത്. ഇറ്റ് കൺവേർട്സ് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ് ആൻഡ് സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. അപ്പോൾ ഗ്ലൂക്കോഗോൺ കൂടിയ എന്ത് സംഭവിക്കും? അവിടെ ഗ്ലൂക്കോസ് പ്രൊഡക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ ഓൾറെഡി ഇവിടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കണേ. അന്നേരം ഗ്ലൂക്കോഗോണിൻ്റെ പ്രൊഡക്ഷൻ കൂടിയാൽ വീണ്ടും ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ അല്ലേ കൂടുക. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. സോ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷനാണ് കൂടേണ്ടത്. അതെന്താണ് കാരണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞിരുന്നു. കാരണം ഇൻസുലിൻ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസിനെ സഹായിക്കുന്നു. അതേപോലെ എക്സസ് ആയിട്ട് വരുന്ന, അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ എല്ലാം ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. അന്നേരം പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ ഡിക്രീസ് ചെയ്യണം. അതുപോലെ താഴെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പോൾ, വെൻ ഇറ്റ് ബിക്കംസ് ലോ, വാട്ട് ഹാപ്പൻസ്? പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ അപ്പോൾ എന്ത് സംഭവിക്കണം? നേരെ ഓപ്പോസിറ്റ്. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിക്രീസ് ചെയ്യണം. ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ കൂടണം, ഇൻക്രീസ് ചെയ്യണം. കാരണം എന്താ? ഓൾറെഡി ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറവാണ്. അപ്പോൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ഇറ്റ് കൺവേർട്സ് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ് ആൻഡ് ഓൾസോ സിന്തസൈസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കോഗോൺ ഹോർമോൺ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ഇവിടെ ഗ്ലൂക്കോഗോണിൻ്റെ പ്രൊഡക്ഷൻ കൂടണം. അന്നേരം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയണം. സോ നമുക്ക് എങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ കൺക്ലൂഡ് ചെയ്യാം? ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയാണ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദിസ് റേറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ആൻറ്റഗോണിസ്റ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോൺ. പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോഗോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അടുത്തത് നമുക്ക് ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്താണെന്ന് പഠിക്കാം. ഡയബറ്റിസ് ഈസ് എ കണ്ടീഷൻ വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എബവ് 126 mg/100 ml ഓഫ് ദി ബ്ലഡ്. നമ്മളിപ്പോൾ ജസ്റ്റ് പഠിച്ചിരുന്നു നമ്മുടെ ബ്ലഡിലെ നോർമൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ 70 to 110 mg/100 ml ആണെന്ന്. അപ്പോൾ ഇവിടെ നോക്കൂ, ഡയബറ്റിസ് എന്ന് പറയുന്നത് 126 mg/100 ml
അത്രയും കൂടുതലാണ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ 126 mg/100 ml മുകളിലാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ ഡയബറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഡയബറ്റിസിൻ്റെ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ? ഇൻക്രീസ്ഡ് appetite, thirst and frequent urination. And there is a test called Benedict test which is done to detect the presence of glucose in urine. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽഷ്യം. നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ എങ്ങനെയാണ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വാട്ട് ഈസ് ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് ഇസ് 9 to 11 mg/100 ml. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ ഇവിടെ 2 ഗ്ലാൻഡും 2 ഹോർമോൺസും നമ്മൾ പഠിക്കാനുണ്ട്. അതായത് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഈ ഹോർമോൺ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ ലോവർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺ കാൽഷ്യത്തിൻ്റെ അളവ് കുറയാൻ സഹായിക്കുന്നു. അടുത്തത്, ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പാരാതോർമോൺ കാൽഷ്യത്തിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ഇവിടെയും കാൽസിട്ടോണിനും പാരാതോർമോണിൻ്റെയും ഫങ്ഷൻസ് ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ദ ആക്ഷൻ ഓഫ് പാരാതോർമോൺ ആൻഡ് കാൽസിട്ടോണിൻ ഇസ് ആൻറ്റഗോണിസ്റ്റിക് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ ചിത്രീകരണത്തിലേക്ക് ശ്രദ്ധിക്കാം. എങ്ങനെയാണ് കാൽസിട്ടോണിനും പാരാതോർമോണും നോർമൽ ബ്ലഡ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ചിത്രീകരണത്തിലേക്ക് നോക്കൂ. നടുക്ക് കാണിച്ചിരിക്കുന്നത് നോർമൽ ലെവൽ ഓഫ് കാൽഷ്യമാണ്, ബ്ലഡിലെ നോർമൽ കാൽഷ്യം ലെവൽ. അതെത്രയാണ്? 9 to 11 mg/100 ml. ഈ ലെവലിൽ നിന്ന് കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ വെൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് ഇൻക്രീസസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിട്ടോണിൻ എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ഈ കാൽസിട്ടോണിൻ ഹോർമോണ് കാൽഷ്യത്തിൻ്റെ അളവിനെ ലോവർ ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയായിരിക്കും കാൽസിട്ടോണിൻ ഹോർമോൺ ഈ ലെവൽ ലോവർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? ദ കാൽസിട്ടോണിൻ ഹോർമോൺ prevents the process of mixing of calcium from bones to blood, and it stores the excess calcium from the blood to bones. സോ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാൽസിട്ടോണിൻ ഹോർമോൺ കാൽഷ്യത്തിൻ്റെ അളവ് ലോവർ ചെയ്യാൻ സഹായിക്കും ബൈ preventing the mixing of calcium from bones to blood and by storing എക്സസ് ആയിട്ട് വരുന്ന കാൽഷ്യത്തിനെ എല്ലാം ബ്ലഡിൽ നിന്ന് ബോണിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ കാൽഷ്യത്തിൻ്റെ അളവ് ലോവർ ചെയ്യാനായിട്ട് കാൽസിട്ടോണിൻ ഹോർമോൺ സഹായിക്കുന്നു. ഇനി ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതോർമോണിനെ സെക്രീറ്റ് ചെയ്യും. എങ്ങനെയാണ് പാരാതോർമോൺ ഇനി കാൽഷ്യത്തിൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത്? ബൈ റീഅബ്സോർബിങ് കാൽഷ്യം ഫ്രം കിഡ്നീസ് ടു ദ ബ്ലഡ് ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. സോ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ഈ പാരാതോർമോണാണ് കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കൂടാൻ സഹായിക്കുന്നത്. എങ്ങനെയായിരിക്കും അത് സഹായിക്കുന്നത്? ബൈ റീഅബ്സോർബിങ് കാൽഷ്യം ഫ്രം കിഡ്നീസ് ടു ദ ബ്ലഡ് ആൻഡ് ഓൾസോ ബൈ പ്രിവെൻറ്റിംഗ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ്. അടുത്തത് കോസസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡ്വാർഫിസം, ജൈജാൻറ്റിസം ആൻഡ് അക്രോമെഗാലി. അപ്പോൾ ഇവിടെ നമുക്ക് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. സൊമാറ്റോട്രോപ്പിൻ അഥവാ ഗ്രോത്ത് ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഗ്രോത്ത് ഫേസിൽ കൂടിയാൽ, ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്, ഇറ്റ് ലീഡ്സ് ടു ദ എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ജൈജാൻറ്റിസം. അതായത്
സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഗ്രോത്ത് ഫേസ് വളർച്ചാഘട്ടത്തിൽ അമിതമാകുകയാണെങ്കിൽ, അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ അവസ്ഥയെ ജൈജാൻറ്റിസം അഥവാ ഭീമാകാരത്വം എന്നാണ് പറയുന്നത്. അടുത്തത് ഡ്വാർഫിസം എന്താണെന്ന് മനസ്സിലാക്കാം. വെൻ ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഓർ ദ ഗ്രോത്ത് ഹോർമോൺ ഡിക്രീസസ് ഇൻ ദ ഗ്രോത്ത് ഫേസ്, വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഡ്വാർഫിസം അഥവാ വാമനത്വം. Acromegaly is the condition caused by the excessive production of somatotropin after the growth phase. എക്സസീവ് പ്രൊഡക്ഷൻ, അമിതോൽപാദനം, വീണ്ടും ഗ്രോത്ത് ഫേസ് ഒരു 18-21 വയസ്സ് കഴിഞ്ഞിട്ടും ഈ സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ പിന്നെയും അമിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അവസ്ഥേനെയാണ് അക്രോമെഗാലി എന്ന് വിളിക്കുന്നത്. ആൻഡ് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ബോൺസ് ഓൺ ദ ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. അടുത്തത് പഠിക്കാനുള്ളത് ഫിറമോൺസിനെ കുറിച്ചാണ്. ഫിറമോൺസ്, ദേ ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ബൈ സർട്ടൺ ആനിമൽസ് ടു ദ സറൗണ്ടിങ്സ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ. ചില ജന്തുക്കൾ ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളെയാണ് ഫിറമോൺസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ആശയവിനിമയങ്ങൾ? ഒന്നാമതായി ടു അട്രാക്റ്റ് മെയിൽസ്, ഇണയെ ആകർഷിക്കൽ. അടുത്തത് ഇൻഫോമിങ് എബൌട്ട് ഫുഡ്, ഭക്ഷണ ലഭ്യത അറിയിക്കൽ. അടുത്തത് ഡിറ്റർമൈനിങ് ദ പാത്ത് ഓഫ് ട്രാവൽ, സഞ്ചാരപാത നിർണ്ണയിക്കൽ. സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്, അപകട സാധ്യത അറിയിക്കൽ. ഹെൽപ്പ് ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ടു ലിവ് ഇൻ കോളനീസ് എക്സെട്ര, തേനീച്ചകൾക്കും ഉറുമ്പുകൾക്കും കോളനിയായി ജീവിക്കുന്നതിന്. അപ്പോൾ ഇതൊക്കെയാണ് ഫിറമോൺസ് ആശയവിനിമയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇത് കൂടാതെ നമ്മുടെ ടെക്സ്റ്റിൽ ചില ഫിറമോൺസിൻ്റെ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ഏതൊക്കെയാണ് ആ എക്സാമ്പിൾസ് എന്ന് നമുക്ക് ഇനി നോക്കാം. ഒന്നാമതായിട്ട് മസ്ക് ഇൻ മസ്ക് ഡിയർ, പിന്നെ സിവറ്റോൺ ഇൻ സിവറ്റ് കാറ്റ്, ബോംബിക്കോൾ ഇൻ ഫീമെയിൽ സിൽക്ക് വർം ആർ ഓൾസോ ദ എക്സാമ്പിൾസ് ഫോർ ഫിറമോൺസ്. ഇത് കൂടാതെ ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് ആർ യൂസ്ഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്. കാർഷിക മേഖലയിൽ കീടനിയന്ത്രണത്തിനായി കൃത്രിമ ഫിറമോണുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫിറമോൺ ട്രാപ്സ്. ഫിറമോൺ ട്രാപ്സ് ആർ യൂസ്ഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്സ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ ലാസ്റ്റ് പോർഷനാണ് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച്. അപ്പം നമുക്ക് ഇവിടെ 5 പ്ലാന്റ് ഹോർമോൺസാണ് പഠിക്കാനുള്ളത്. ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബർലിൻ, എത്തിലിൻ ആൻഡ് അബ്സിസിക് ആസിഡ്. ഇതിൽ എത്തിലിൻ മാത്രമാണ് ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ. ഇത് എക്സാമിന് എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എത്തിലിൻ ഈസ് എ ഗേഷ്യസ് ഹോർമോൺ എന്ന് എല്ലാവരും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഓരോന്നായി ഓരോ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും എല്ലാം പഠിക്കാം. ആദ്യമായിട്ട് ഓക്സിൻ. ഓക്സിൻ്റെ ഫങ്ഷൻസ് സെൽ ഗ്രോത്ത്, കോശ വളർച്ച, സെൽ ഇലോങ്ങേഷൻ, കോശ ദീർഘീകരണം, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്, അഗ്രമുകുള വളർച്ച, അറ്റങ്ങൾ, ചെടിയുടെ അറ്റം വളരാനായിട്ട് സഹായിക്കുന്നു, ഫ്രൂട്ട് ഫോർമേഷൻ, ഫലരൂപീകരണം. ഇത്രയാണ് ഓക്സിൻ്റെ ഫങ്ഷൻസ്: സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ. അടുത്തത് സൈറ്റോകൈനിൻ ഹോർമോണെ കുറിച്ച് പഠിക്കാം. സൈറ്റോകൈനിൻ ഹെൽപ്സ് ഇൻ സെൽ ഗ്രോത്ത്, കോശ വളർച്ച, സെൽ ഡിവിഷൻ, കോശ വിഭജനം, സെൽ ഡിഫറൻസിയേഷൻ, കോശ വൈവിധ്യവൽക്കരണം. അതായത് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെല്ലിൽ നിന്ന് ടിഷ്യൂ ആണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സെൽ ടു ടിഷ്യൂ ഫോർമേഷനാണ് സെൽ ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ജിബർലിൻ ഹോർമോൺ. ജിബർലിൻ ഹെൽപ്സ് സ്റ്റിമുലേറ്റ്സ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ. വിത്തിലെ സമൃദ്ധ ആഹാരം വിഘടിപ്പിച്ച് മുളപ്പിക്കലിന് സഹായിക്കുന്നു. അടുത്തത് സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്, ഇല വിരിയാനായിട്ട് സഹായിക്കുന്നു.
ഇനി അടുത്ത ഹോർമോണാണ് എത്തിലിൻ. എത്തിലിനാണ് ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ എന്ന് ഞാൻ പറഞ്ഞു. എത്തിലിൻ്റെ ഫങ്ഷൻ ഹെൽപ്സ് ഇൻ റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇലകളും ഫലങ്ങളും പാകമാകാൻ സഹായിക്കുന്നു. എക്സസ് എമൗണ്ട് ഓഫ് എത്തിലിൻ കോസസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്നാൽ എത്തിലിൻ്റെ എമൗണ്ട് പ്രൊഡക്ഷൻ കൂടിയാൽ ഇലകളും ഫലങ്ങളും പൊഴിയുകയും ചെയ്യും. ലാസ്റ്റ് ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. ഡോർമെൻസി ഓഫ് എംബ്രിയോ. വിത്തിലെ ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ. അതായത് നമ്മൾ കേട്ട് കാണും വിത്തുകൾ മുളയ്ക്കാതെ കുറേ കാലം ഇങ്ങനെ കിടക്കുന്നതിനെ പറ്റി നമ്മൾ കേട്ട് കാണും. ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് വിത്തുകൾ മുളയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നത് ഈ അബ്സിസിക് ആസിഡാണ്. പിന്നെ ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പാകമായ ഇലകളും ഫലങ്ങളും പൊഴിയാനും ഇത് കാരണമാകുന്നു. ഇവിടെ ഈ ടേബിൾ ഫോർമാറ്റിൽ ഓരോ പ്ലാന്റ് ഹോർമോൺസിൻ്റെ പേരും ഫങ്ഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോർഷൻസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.